ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ഇന്ന് 109-ാം ദിനം. ഈ പ്രഭാതത്തിൽ മക്കളെ പ്രത്യേകം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നത്തെ അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്കമാലി കരിയാട് പ്രാർത്ഥനാ പ്രേക്ഷിത ഭവനിൽ നിന്നും മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ വളരെ മാതാപിതാക്കൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷയിൽ നമ്മുടെ മക്കളുടെ എല്ലാ പോരായ്മകളെയും, പ്രത്യേകിച്ച് ഇപ്പോൾ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും, അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും വിഷമതകളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം. വിശ്വാസവും ആത്മധൈര്യവും ഇല്ലാത്ത മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മൂല്യങ്ങളില്ലാതെ ഇന്ന് പല കുഞ്ഞുങ്ങളും ചാരിത്രശുദ്ധിക്കോ കുടുംബജീവിതത്തിനോ പ്രാധാന്യം കൊടുക്കാതെ തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. പലരും ഈ ദിവസങ്ങളിലൊക്കെ വളരെയധികം ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വഴിതെറ്റി പോകുന്ന മക്കളെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ കൊലപാതകങ്ങളെക്കുറിച്ച്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കൊലപാതകങ്ങൾ, അങ്ങനെ അനേകം സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊരു അവസ്ഥ ആവർത്തിക്കാതിരിക്കുവാൻ മക്കൾ തെറ്റായ ബന്ധങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, മൂല്യങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക്, മറ്റുള്ളവരുടെ ജീവന വില കൽപ്പിക്കാതെ, കുടുംബജീവിതത്തിൽ വില കൽപ്പിക്കാതെയുള്ള ജീവിതത്തിൽ നിന്ന് മാറുവാനും അനുഗ്രഹിക്കപ്പെടുവാനും നല്ല ഉത്തമ ബോധ്യം, പൗരബോധം നമ്മുടെ മക്കൾക്കുണ്ടാകുവാൻ, മറ്റുള്ളവരെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ വസ്തുക്കളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടാകുവാൻ, അതൊക്കെ ഉപയോഗിക്കേണ്ട മേഖല, മറ്റുള്ളവരുടെ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടതിനെയും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലാകട്ടെ ഒരു ആകർഷണം തോന്നിയാൽ അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ വിവേകത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും നല്ല തീരുമാനം എടുക്കുവാനും, തെറ്റിൻ്റെ വഴിയെ പോയി ജീവിതം നശിപ്പിച്ച് നാളെ പിടിക്കപ്പെട്ട് ജയിലറകളിലേക്ക് അടയ്ക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഭവത്തിനും പോകാതെ മക്കൾ നിലകൊള്ളുവാനും നന്മയിൽ മുമ്പോട്ട് പോകുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ 60:20 നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല, കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വിശ്വാസവും ആത്മാഭിമാനവും എന്നും ജ്വലിച്ചു നിൽക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയും ആത്മധൈര്യവും ആത്മാഭിമാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സജീവമായിരിക്കട്ടെ. ദൈവിക മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുവാനും, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും, ഓരോരുത്തരോടും ബന്ധങ്ങൾ വിവേകത്തോടുകൂടി പെരുമാറുവാനും, തെറ്റായ വഴിയെ പോയി ജീവിതം നശിപ്പിക്കപ്പെടാതിരിക്കുവാനും കൃപ നൽകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.